രാവിലെ എന്നെ വിളിച്ചു വരുത്തിക്കണു, വാട്സപ്പിൽ മെസ്സേജ് അയച്ചുക്കണു, വായോ 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 വായോന്ന്. ഞങ്ങക്ക് ബാങ്കിക്ക് പോകാനുള്ള ഞാൻ എന്നിട്ട് വന്നിട്ട് 4 പുറം നടക്കുക. ഇതാക്കിക്കോ, ഇന്നോട് ഇതാക്കിയിട്ട് കാര്യമില്ല. ഇത് വിളിച്ചു വരുത്തിട്ടാണ് ഞാൻ രാവിലെ വന്നത്. എന്നിട്ട് ഇന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? എനിക്ക് ബാങ്കിക്ക് പോവാണ്ടെന്നൊക്കെ അല്ലാ. ട്രൗസർ തിരുമാൻ കൊടുക്കണ്ടേ? ഒരു ട്രൗസർ തന്നെ എത്ര ദിവസം അല്ലേ? അല്ല തിരുമ്പാൻ കൊടുക്കാൻ പറ്റൂലേ? എന്താ ഇങ്ങനെ വെക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ട്രൗസർ തിരുമ്പണ്ടേ? ഈ ഇട്ട ട്രൗസർ തന്നെ എത്ര വട്ടം ഇടുക? ആ ഓലൊക്കെ തിരുമ്പാനുള്ള തന്നെയല്ലേ ഇതില് ചളിയായ തിരുമ്പണ്ടേ? അപ്പൊ ഈ കുപ്പായത്തിലും ട്രൗസറിലും ചളി. ആ കുട്ടന്റെ ആഷിഖിന്റെ. ഞാന് മിക്കവാറും യൂട്യൂബ് പരിപാടി നിർത്തുകയാണ്. അത് എല്ലാരോടും കൂടി പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ വീഡിയോ നിർത്തുക. അല്ല ഇപ്പൊ രാവിലെ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇയാള് 4 പുറം നടക്കുക. ഞാൻ വന്നു എന്നിട്ട് ഞാൻ ഫോണ് വിളിച്ചുമ്പോ എടുക്കണില്ല. ഈ 4 പുറമുള്ള വീട്ടിൽ കൂടെ ഒക്കെ നടക്കുക. എന്നിട്ട് ഞാൻ തെറ്റിപ്പോയി. എന്നിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ ഇപ്പം അത് ഇന്ന് പിന്നെ എന്തിനാ എന്നെ വിളിച്ചു വരുത്തി? എന്തിനാ എന്തിനാ വിളിച്ചു വരുത്തി? അതിനെ ഞാൻ ബാങ്കിക്ക് പോവാൻ നിൽക്കുന്ന ആളെ. ഞാനോട് പറഞ്ഞില്ല ബാങ്കിക്ക് പോവാണ്ട്, അവിടുന്ന് വിളിച്ചിട്ടുണ്ട് ആ മാനേജർ. അപ്പൊ ഞാൻ വേറെ എന്നാ നമുക്ക് എന്തെങ്കിലും വീഡിയോ എടുത്തിട്ട് വേഗം പോണെന്നൊക്കെ പറഞ്ഞല്ലേ. എന്നിട്ട് ഞാൻ വന്നിട്ട് എന്താ കാട്ടി? ഇത് 4 പുറം നടക്കല്ലേ? ഇത് അതിനെ പോണെങ്കി പിന്നെ എന്തിനാ എന്നെ വിളിച്ചു വരുത്തി? ഇത് ചായയും കടിയും തിന്നോ, മാമു തിന്നോ, എന്നിട്ടൊക്കെ മതി. പക്ഷെ ഇജ്ജ് എന്തിനാ 4 പുറം പോകാനാണെങ്കിൽ ഇന്നെ വിളിച്ചു വരുത്തിയത് എന്തിനാ? ഇന്നെ വിളിച്ചു വരുത്തിയത് എന്തിനാ? ഇന്നെ വിളിച്ചണ്ടേന്നോ? ഇന്നെ വിളിച്ചതിന് അപ്പൊ എന്റെ അടുത്തേക്ക് വരണം, വീഡിയോ വരണം. എന്റെ ഓണോ? ഇല്ല, ഓണത്തിന് വീഡിയോ ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാ വീഡിയോ എടുക്കുക? ഇല്ല, നിർത്തി. നമ്മളിതില് വീഡിയോയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മള് വിളിച്ചു വരുത്തിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചിരിക്കല്ല. ഞാൻ കാര്യമായിട്ടാ പറയുന്നത്, ചിരിക്കാൻ നിക്കണ്ട. ഞാൻ സീരിയസ് ആയിട്ട് പറയണം. അപ്പൊ ഞാൻ ഇനി ചിലപ്പോൾ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ നിർത്തും. ഓണത്തിനോ ക്രിസ്മസിനൊക്കെ ആരേച്ചെങ്കിൽ വെച്ച് വീഡിയോ എടുത്തോ. നമ്മള് ബാങ്കിക്ക് പോവാണ്ട് പറഞ്ഞിട്ട് രാവിലെ ഇവിടെ കെട്ടി ഒരുങ്ങി വന്നിക്ക. ഞാൻ അവനോട് പറഞ്ഞു ബാങ്ക് പോവാണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ എന്നോട് പറഞ്ഞില്ലേ? എനിക്ക് വേഗം ബാങ്ക്. അപ്പൊ ഇജ്ജ് വായേ എന്നിട്ട് വിളിച്ചു വരുത്തില്ല ഇജ്ജ്. എന്നിട്ട് ഇജ്ജെന്താ കാട്ടി? ഇജ്ജെന്താ ഞാൻ ഇവിടെ വന്നപ്പോ ഇജ്ജെന്താ കാട്ടി? ഞാന് ഇജ്ജ് വിളിച്ചു വരുത്തിട്ട് ഞാൻ ഇവിടെ വന്നപ്പോ ഇജ്ജെന്താ കാട്ടി? ഇജ്ജ് എവിടെയായിരുന്നു? അവിടെ. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എന്നെ വിളിച്ചോ? എന്നിട്ട് എന്നെ കണ്ടിട്ട് പിന്നെ അതിനെ നടക്കല്ലായിരുന്നു? അതിനെ പോണെങ്കി പിന്നെ എന്തിനാ എന്നെ വിളിച്ച്? എന്തിനാ വിളിച്ച്? വിളിക്കണ്ട. അനക്ക് ഇജ്ജ് വേറെ തിരക്കിലാണെങ്കി എന്തിനാ എന്നെ വിളിക്കണ്? എന്തിനാ വിളിക്കണ? അത് പറഞ്ഞാട്ടി. ഇജ്ജ് എന്തിനാ എന്നെ വിളിക്കണ്? എന്തിനാ വിളിക്കണ്? ഡീക്കനെ എന്തിനാ വിളിക്കണെന്ന്? വിളിച്ചിട്ട് ഇജ്ജ് 4 പുറം നടക്കാനാണോ എന്നെ വിളിക്കണ്? ഞാൻ വന്നിട്ട് 4 പുറം നടക്കാനാണോ എന്നെ വിളിക്കണത്? ആണോ? അതിനിക്ക് പറ്റില്ല. അല്ലേ? ഇപ്പൊ ഇവിടെ എന്തിനാ ട്രൗസർ? ഇപ്പൊ എന്തിനാ ഇവിടെ വെക്കാനായിട്ട്? ഇപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ വിളിച്ചിട്ട് ഇപ്പൊ ഇതിനെ നടന്നിട്ട് ഇവിടെ വന്നില്ലേ? എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ എന്തിനാ ട്രൗസർ തിരുമാൻ കൊടുക്കാൻ പറഞ്ഞിട്ട് വെക്കാനായിട്ട്?
തിരുമ്പണ്ടേ? എന്തിനാ തിരുമ്പണെന്നോ? അതല്ല, അത് ഇന്നിട്ടത് ട്രൗസർ ഇന്നലെ ഇട്ടതല്ലേ, അത് തിരുമ്പണ്ടേ? ആ തിരുമ്പാൻ കൊടുക്കുമ്പോ എന്തിനാ ഇവിടെ വെക്കാണേറ്റ്? ജിന്നോടുള്ള ദേഷ്യം തീർത്തിക്കല്ലേ? അതൊക്കെ എന്നാ ഇതില് കാണിക്കും. ട്രൗസർ കൊടുക്കാൻ പറ്റൂല. അതിനിവിടെ എന്തൊക്കെ പറഞ്ഞു ജി? അതിനിവിടെ എന്തൊക്കെ പറഞ്ഞു? ഇന്നലെ ഇതേ സെയിം സംഭവം. ഇന്നലെ ഇപ്പം വിളിച്ചു വരുത്തിട്ട് ഞാൻ അവന്റെ വീടിന്റെ അമ്മയത്തേക്ക് വന്നിട്ട് രാത്രി വൈകുന്നേരത്ത് സ്കൂൾ ഗ്രൗണ്ടിൽ കളിയുടെ അവിടത്ത് പോകാറിട്ട് വന്നു. എന്നിട്ട് ഞാൻ വണ്ടിമ്മ അവിടെ വന്നിട്ട് അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിന്നു. അപ്പൊ എന്നെ കാണാത്തോരെ പോലെ ഇറങ്ങിയത് പോയി. അപ്പൊ ഞാൻ എന്നെ കളിപ്പിക്കണെന്ന് വിചാരിച്ചിട്ട് പിന്നാലെ പോയപ്പോ മെയിൻ ചെയ്യണേ അല്ല. അപ്പൊ പിന്നെ ഞാനും മെയിൻ ചെയ്യുന്നില്ല. ഞാൻ നേരെ ഗ്രൗണ്ടിൽ പോയി. ഓൻ വേറൊരു വണ്ടിമ്മയും വന്നു. ഉണ്ടായില്ലേ? ഇന്നലെ ഇന്നിപ്പോ അങ്ങനെ ആയില്ലേ? ആയോ ഇല്ലേ? ആ അണ്ടോ ചിരിക്കണോക്ക്. ഓനെ ഇതൊക്കെയാണ് ഓനെ. ഇജ് ഇന്നലെ എന്താ കാട്ടി? ഇന്നലെ എന്തിനെ വിളിച്ചു വരുത്തിട്ട് ഈ മുറ്റത്തുനിന്നല്ലേ ഇജ് എന്നെ മെയിൻ ചെയ്യാതെ പോയത്? ചായയുടെ കാര്യം ഇപ്പൊ വരവിടെ ചോദിച്ച് എന്തേലും ചോദിക്കുമ്പോ ആണ് ചായ കുടിക്കണ്ട ചോദിക്കണം. എന്നോട് ആരെയും ചായ കുടിക്കണ്ടായിരുന്നോ? പന്തലിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ചിന്നെ വിളിച്ചോ ഇന്നലെ വൈകുന്നേരത്ത്? ഗ്രൗണ്ടിക്ക് പോകുക പറഞ്ഞിട്ട്. എന്നിട്ട് വന്നിട്ട് എന്താ കാട്ടി? ആര് വണ്ടിമേ? അപ്പൊ ചിന്നെന്തിനാ വിളിച്ചു വരുത്തി? ഇന്നെന്തിനാ വിളിച്ചു വരുത്തി? ഇന്നെ വിളിച്ചണ്ടേന്നോ? ഇവിടെ വന്ന് നിൽക്കാനോ? ഇല്ലല്ല, തമാശയും കളിയല്ല. ഞാൻ ചെറുക്കൊന്നുമില്ല. ഇല്ലട്ടോ, ഇല്ലട്ടോ. ഒരു കോംപ്രമൈസും ഇല്ല. ഒരു കോംപ്രമൈസും ഇല്ല. മതി. ഇതിന് എത്ര ഉമ്മ വന്നിട്ടും കാര്യമല്ല. മരിച്ചു പോകുന്നോ? ആര്? എന്തിന്? ഒന്നുമില്ല, വെറുതെ മരിക്കുക. അപ്പൊ ഞാന് എന്തിനാ മരിക്കണ? ഡീക്കെ വെക്കാണേക്കുന്നോ? ഞാൻ വെക്കാണേക്കണോണ്ട് ഇജ്ജ് മരിക്കണ്? അപ്പൊ ഇജ്ജ് കാട്ടിയതോ? അവിടെ വേണ്ട, സൽമാനെ വേണ്ടെന്നോ? അങ്ങനെയല്ലേ ഇജ്ജ് കാട്ടിക്കൂട്ടുന്നത്? അപ്പൊ ഞാൻ കുഴിയിലോ? അപ്പൊ ഇജ്ജ് എന്തൊക്കെ കാട്ടിക്കൂട്ടി അത് പറയും. അത് ഞങ്ങൾ ഒക്കെ ഞങ്ങൾ ഓതിക്കൊണ്ട് ശരി. ഇജ്ജിപ്പോ സ്ഥിര ഡയലോഗാണ് ഇപ്പന്റെ. നമ്മള് മറ്റേ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാല് വണ്ടി ഇടിച്ചോട്ടെ, എന്നെ വണ്ടി ഇടിച്ചോട്ടെ, ഞാൻ മരിച്ചോട്ടെ. ഇത് ഇനി ഞാൻ ചിരിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഞാൻ ചിരിച്ചൂല. ഓണോ ഇല്ല, ക്രിസ്മസും ഇല്ല. വീഡിയോ എടുക്കണ പരിപാടി നിർത്തി. ഇല്ല, പറഞ്ഞ പോലെ താക്കൂല്ല. ഇത് വന്നേക്കാൻ നമ്മളോട് വെക്കാണേക്ക. ഓണത്തിന് എന്നെ ഒരു വീഡിയോ എടുക്കാണെങ്കിൽ ഞാൻ വരുന്നില്ല. ഇനി മുതൽ ഡീക്കെ ഉണ്ടാവൂല. ശരി എന്നാ. അപ്പൊ ശരി. അപ്പൊ എല്ലാരോടും ഇനി മുതൽ ഡീക്കെ വീഡിയോ എടുക്കല്ല. ഡീക്കെ പാവൊന്നുമല്ല. അമ്മാര് സോപ്പൊന്നും ഇവിടെ ഏൽക്കൂല. എന്റെ കൊറേ സോപ്പിങ്ങില് ഞാൻ വീണിക്കണു. ഉണ്ടും കുട്ടിയല്ല. മുണ്ടോന്നോ? എങ്ങനെ മുണ്ട് എന്നോട് മുണ്ടണമെന്നോ? ഇതിപ്പോ കാട്ടിക്കൂട്ടി എങ്ങനെയല്ലേ? ഇങ്ങനെ കാട്ടിക്കൂട്ടുമ്പോ പിന്നെ നമ്മൾ എങ്ങനെ മുണ്ടാനാ? അതിന് ഇനി പൈക്കോ? ആയിക്കോട്ടെ. അപ്പൊ നിന്നെ വിളിച്ചു വരുത്തണ്ട. മുണ്ടണൂല്ല. മുണ്ടൂല.
ഫുള്ളാരും മുണ്ടും. ആ ഞാൻ മുണ്ടണില്ലാന്ന് ഇജ്ജ് എല്ലാരോടും മുണ്ടിക്കോ. ആ മുണ്ടാന് കുറച്ച് കണ്ടീഷനൊക്കെ ഉണ്ട്. അത് അംഗീകരിച്ചാലേ ഇനി മുണ്ടുള്ളൂ. പറ്റുവോ? എന്താ അറിയോ, ഇതേപോലെ വിളിച്ചു വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മളെ കളിയാക്കാൻ വേണ്ടിട്ട് 4 പുറം നടക്കരുത്. കഴിഞ്ഞു ഇന്നത്തെ കഴിഞ്ഞു. ഇന്ന അങ്ങോട്ടുള്ള കാര്യം പറയണം. നാളെ മുതല് ഇന്നെ വിളിച്ചു വരുത്തിക്കുകയാണെങ്കിൽ മറ്റേ ഇന്റെ അടുത്തേക്ക് വരണം. ഇന്നെ വിളിച്ചു വരുത്തിക്കുകയാണെങ്കിൽ ഞാൻ വന്നതിന് ഇന്റെ അടുത്തേക്ക് വരണം. വീഡിയോ എന്തെങ്കിലും എടുക്കണ്ടെങ്കിൽ എടുക്കണം. എന്നിട്ട് 4 പുറം പോവാ. എന്നിട്ട് അതിനെ ഇതിനൊക്കെ പോവാ. വീഡിയോ എടുക്കല് കഴിഞ്ഞതിന് ശേഷം അപ്പുറത്തും ഇപ്പുറത്തെ വീട്ടിൽ കൂടെ ഒക്കെ പോവാ. വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് 4 പുറത്ത് കൂടെ പോവാ. അലജിന്നെ വിളിച്ചു വരുത്തും ചെയ്യും. ഞാൻ വേറെ എന്തെങ്കിലും തിരക്കുന്ന ഇങ്ങോട്ട് വരും ചെയ്യും. എന്നിട്ട് 4 പുറം നടക്കും ചെയ്ത് കഴിഞ്ഞാല് അത് അപ്പൊ എനിക്ക് എന്താവൂലേ? അപ്പൊ ഇഞ്ഞൊരിക്കലും ചെയ്യരുത് അങ്ങനെ. അങ്ങനെയാണെങ്കിൽ മുണ്ടും. ഉറപ്പാ? വീഡിയോ എല്ലാരും കാണുന്നുണ്ട് കേട്ടോ. ഇവലോടൊക്കെ പറഞ്ഞിക്കണേ. ഉറപ്പ്? കയ്യിലോട് സത്യോട് ഞാൻ അങ്ങനെ ചെയ്യൂല. അങ്ങനെ ഞങ്ങള് ഒരുവിധം പറഞ്ഞു എന്താണക്ക് നാണോ? നാണിക്കണ കണ്ടുകഴിഞ്ഞാ ആ വീഡിയോ ഓണായിക്കണു. ഞങ്ങള് ഒരുവിധം പറഞ്ഞ് കോംപ്രമൈസ് ആയിട്ടുണ്ട്. ഇനി അങ്ങനെ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ് കുറിച്ചുള്ള പാട്ടാണ്. ഇഞ്ഞ് മേലാക്കഞ്ഞ് ഇതേപോലെ നാളെയും കാട്ടിക്കഴിഞ്ഞാ ഞാനില്ല. ഞാൻ ചെയ്യൂല. ഉറപ്പല്ലേ? ചെയ്ത് കഴിഞ്ഞാ ഇങ്ങനെ ഉണ്ടല്ലോ ഏതൊരു പൊട്ടിത്തല. ഉറപ്പല്ലേ? അപ്പോ അടുത്ത വീഡിയോ കാണാൻ അറിയും. എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യുന്ന അറിയും. ലൈക്ക് ചെയ്യുക, കമന്റിൽ അറിയിക്കുക. ഓക്കെ.